ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായി. ഏതായാലും ഇനി അങ്ങോട്ട് ദിവസം മാത്രമേ ഉള്ളൂ. എല്ലാവരെയും ചേർത്ത് നിർത്തി എല്ലാവരുടെയും പിന്തുണയോടുകൂടി നല്ല പ്രവർത്തനം ചിട്ടപ്പെടുത്തി നല്ല ഏറ്റവും അഭിമാനകരമായ വിജയം കരസ്ഥമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. രാവിലെ മുതൽ രാത്രി വരെ വലിയ നാടകീയമായ സംഭവങ്ങളായിരുന്നു കണ്ണൂരിൽ ഇന്നൊരു ദിവസം ഉണ്ടായിരുന്നത്. കണ്ണൂരിൽ മാത്രമല്ല, ഡൽഹിയിലടക്കം. ഇത് കണ്ടിരുന്നു. എന്താണ് തോന്നിയത് ആ സമയത്തൊക്കെ? അപ്പം നമുക്ക് സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ചെറിയ തോതിൽ. പക്ഷേ ഇത് ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഞാനും ഒരു കക്ഷിയാകുന്ന സമയത്ത് സ്വാഭാവികമായും ചില ആശങ്കകളും ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അത് ആര് സ്ഥാനാർത്ഥിയായാലും അതൊരു ശുഭ പര്യവസായിയായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഏതായാലും അത് ഇനി ആലോചിക്കേണ്ട നല്ല പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുക. കെ സുധാകരനടക്കം കാണുന്നുണ്ടോ? അതെന്താണ് ആ ചോദ്യം? നേരിട്ട് പോയി കണ്ടു. തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിനോടൊപ്പം നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് കഴിഞ്ഞ കാലങ്ങളൊക്കെ തന്നെ പ്രവർത്തിച്ച ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങളൊക്കെ നടത്തുക. അദ്ദേഹം അസന്നിഗ്ധമായിട്ട് നേതാക്കന്മാരോടും പ്രവർത്തകന്മാരോടും ഒക്കെ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കേട്ടതാണ്. അദ്ദേഹത്തിനോടൊപ്പം നിന്നുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കൊണ്ടുമായിരിക്കും പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട്. അദ്ദേഹം സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹിച്ചിരുന്നതാണ്. സ്വയമായിട്ട് ഒരു അതൃപ്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അവസാനം അദ്ദേഹം പറഞ്ഞത് പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് തന്നെയാണ്. പിന്നെ അത് പറഞ്ഞാൽ പിന്നെ അതിനൊപ്പം ഞാൻ എന്ത് ചേർത്ത് വെക്കാനാണ്? ആ പറഞ്ഞത് തന്നെയല്ലേ നമ്മൾ മുഖവിലക്ക് എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണ്, എൻ്റെ നേതാവാണ്. ആ നിലയിൽ നന്നായിട്ട് തന്നെ അദ്ദേഹവുമായി ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകും. മറ്റു കാര്യങ്ങൾ ഇനി ചർച്ച ചെയ്യുന്നതിന് പ്രസക്തിയില്ല. കണ്ണൂരിൽ 10 വർഷമായി LDFിനൊപ്പമാണ് ഈ സീറ്റ് ഉള്ളത്. ഇപ്പോൾ എന്തൊക്കെയാണ് ഒരു ടാക്ടിക്സ് ഈ സീറ്റ് തിരിച്ചു പിടിക്കാൻ? കണ്ണൂരെന്ന് പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണിക്ക് ശക്തമായ വേരോട്ടമുള്ള ആത്മാർത്ഥതയുള്ള നിഷ്കളങ്കരായ നല്ല പ്രവർത്തകന്മാരുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ എല്ലാവരും കൂട്ടമായി നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാകും. അതിലൊക്കെ അപ്പുറമായിട്ട് കഴിഞ്ഞ കാലങ്ങളിലെ 10 വർഷക്കാലത്തെ ഭരണം ഒരു പ്രശ്നമാണ്. 10 വർഷമായി കണ്ണൂരിലെ ജനപ്രതിനിധി എന്തു ചെയ്യുന്നു എന്നൊരു ചോദ്യം എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ആശംസകൾ നേരുന്നു. ഓക്കെ. അപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയർ, കണ്ണൂരിൻ്റെ ഇത്തവണത്തെ UDF സ്ഥാനാർത്ഥി TO മോഹനനാണ് 24നോടൊപ്പം സംസാരിച്ചത്. വളരെയധികം ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം സംസാരിച്ചത്. നാളെ കെ സുധാകരനെ പോയി കാണും. അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടെ തന്നെ പ്രചരണം തുടങ്ങുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അമൃത, അജീഷ്, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇന്നും നമ്മൾ കണ്ടതാണ് ഈ സുധാകരൻ പക്ഷവും അതുപോലെ തന്നെ മോഹനെ അനുകൂലിക്കുന്നവരും തമ്മിൽ വാക്കേറ്റം ഉൾപ്പെടെ ഉണ്ടാവുന്ന ഒരു കാഴ്ചയൊക്കെ ഇന്ന് കണ്ണൂരിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഔദ്യോഗികമായി മോഹനന്റെ പേര് വരുമ്പോൾ ഇനിയിപ്പോൾ കൂടെ നിൽക്കുമോ ഈ പറയുന്ന സുധാകരൻ പക്ഷം? അങ്ങനെയാണ് നമ്മളും കരുതുന്നത്. കാരണം രാവിലെ ഇന്ന് കണ്ണൂരിൽ അരങ്ങേറിയ നാടകീയ സംഭവങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ കോൺഗ്രസിനകത്ത് അത് വലിയ രീതിയിലൊരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാക്കിയതാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ അവസാനം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ പിന്നീട് എല്ലാവരും ഐക്യത്തോടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് കണ്ണൂരിൽ ഉടനീളം. മുമ്പും ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഇത്തരത്തിൽ അത് നമ്മൾ കാണുന്നത്. ഇപ്പോൾ രാവിലെ കണ്ണൂർ DCC ഓഫീസിലൊക്കെ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പം അങ്ങേ അനുകൂലിക്കുന്നവരും ഒപ്പം തന്നെ നേതൃയോഗത്തിൽ വളരെ തർക്കമുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ തന്നെ ഇപ്പം മോഹനേട്ടന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും എന്ന് കരുതുന്നുണ്ടോ? ചിലരെങ്കിലും മാറി നിൽക്കുമെന്ന് അവിടെ പരസ്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലും പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണ്. തുറന്നു പറയാൻ ഒരുപാട് അവസരങ്ങളുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ചില ആളുകൾ പലരും ഉപയോഗിക്കാറുണ്ട്. അതൊന്നും ഒരിക്കലും ഒരു വ്യക്തിപരമായ വിദ്വേഷമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തർക്കമോ ആയിട്ട് മാറാറില്ല. അത് പ്രകടിപ്പിക്കുന്ന ചില ഘട്ടങ്ങളിൽ അത് പ്രകടിപ്പിച്ചെന്ന് വരും. പക്ഷേ എല്ലാവരും ഒരു കുടുംബമാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു വലിയ കുടുംബമാണ്. ആ കുടുംബത്തിലെ അംഗങ്ങൾ ഒന്നു ചേർന്ന് പോകും. ഇപ്പം നമ്മൾ സാധാരണഗതി പറയാറില്ലേ, സോദരർ തമ്മിലെ പോരൊരു പോരല്ല എന്ന് പറയുന്നത് പോലെ ഈ പാർട്ടിക്കകത്തുള്ള എല്ലാ പ്രവർത്തകന്മാരും പരസ്പരം സഹോദര ബന്ധത്തിലാണ്. അപ്പോൾ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് വലിയതായിട്ട് ചിത്രീകരിക്കപ്പെടാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഏതായാലും അതൊന്നും ഒരിക്കലും മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യവും ഉണ്ടാവില്ല എന്ന് ഉറച്ചു വിശ്വസിക്കാം. അദ്ദേഹം പറയുന്നത് ഈ പ്രവർത്തകർ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് ഉണ്ടാകുന്ന ഒരു പാർട്ടി തീരുമാനമാണ്. അപ്പോൾ പ്രവർത്തകരൊക്കെ തന്നെ ഒപ്പം ഉണ്ടാകും എന്നുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.